ആത്മാർത്ഥതയുള്ള കൂട്ടുകാരുള്ളപ്പോൾ പത്തനംതിട്ട പന്തളം കുരമ്പാല സ്വദേശി രാകേഷ് കൃഷ്ണന് ടെൻഷനേയില്ല. ഇടംബലം എപ്പോഴും ഉറ്റ സുഹൃത്തുക്കളുണ്ട്. സെറിബ്രൽ പൾസി ബാധിതനായ രാകേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കളം അറ്റ് 24 എന്ന സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ശാരീരിക പരിമിതികളുണ്ടെങ്കിലും ഒരു സിനിമാ സംവിധായകൻ ആവുക എന്ന തന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് ആ പരിമിതികളൊന്നും രാകേഷിന് തടസ്സമായില്ല. സഹതാപത്തിൽ നമുക്ക് എന്തോ എല്ലാവരും തോന്നും, പക്ഷേ അയാളെ സഹായിക്കാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത്. അയ്യോ അവനങ്ങനെ ആയിപ്പോയി, അയ്യോ അവനിങ്ങനെ ആയിപ്പോയി, അതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക, അത്രയോ. അതാണ് വേണ്ടത്. അല്ലാതെ അവനങ്ങനെ ആയിപ്പോയി സഹതാപം. പക്ഷേ എൻ്റെ അസുഖമുണ്ട്, ഇതൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് ഞാൻ എന്താ പറയുക, ഞാൻ 6 മുതലും ഒരു സഹതാപത്തെ പോയി എനിക്കില്ല. കാരണം എനിക്ക് എൻ്റെ അസുഖത്തെ ഞാനങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ സംസാരിച്ചില്ല. കാരണം നമുക്കിപ്പം എന്താ പറയുക, ഇപ്പം ഒരാൾ മുൻ ചെല്ലുമ്പം നോർമൽ വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതാണ് അപ്പോൾ അവർക്ക് തോന്നുന്നത് അവരെ കുറ്റമല്ല, അത് മനുഷ്യൻ്റെ ഒരു വീഴ്ച. പന്തളം, കായംകുളം, കോഴിക്കോട്, നോർത്ത് പറവൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്യുക. മകന് എല്ലാ പിന്തുണയുമായി അമ്മ രമയും ഒപ്പമുണ്ട്. തന്റെ മകനെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകരുത്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം കൊടുക്കണം. വീട്ടിൽ നിന്നും ഭക്ഷണം തയ്യാറാക്കി സിനിമാ സെറ്റിലുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. അത്രയും തുക ലാഭിക്കാമല്ലോ, അമ്മ രമ പറഞ്ഞു. എന്നോട് തലേ ദിവസം പറയാമേ നാളെ 20 പേര് കാണും, അവർക്ക് ഭക്ഷണം കൊടുക്കണം, രാവിലെ കാപ്പി വേണം, ഉച്ചയ്ക്ക് ഊണ് വേണം, വൈകിട്ട് ചായ എല്ലാം പറയും. എന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ കടയിൽ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഇതില്ല. അപ്പം ഞാൻ പറയാം അത് സാരമില്ല, ഭക്ഷണം ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയും. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും അവൻ്റെ കൂട്ടുകാർ വന്ന് കാറിൽ വന്ന് എടുത്തുകൊണ്ട് പോയി അവർ സൈറ്റിലിരുന്ന് കഴിച്ച് സന്തോഷമായിട്ട് അവരെന്നോടും പറഞ്ഞു, അമ്മയുടെ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു, എനിക്ക് അങ്ങക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കൂട്ടുകാരെല്ലാം പറയുന്നുണ്ടായിരുന്നു. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അവനെ ഞങ്ങളല്ലാതെ മറ്റാരാണ് പിന്തുണയ്ക്കേണ്ടത്? രാകേഷ് കൃഷ്ണനെ ചേർത്ത് നിർത്തി കൂട്ടുകാർ പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾ ഓരോ നിമിഷവും അവന് പുറത്ത് പറയാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ മാത്രം രഹസ്യമായി ചെവി വന്ന് പറയുന്ന ചില സംഭവങ്ങൾ, അതിൽ അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ അവന് ആക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിലോട്ട് ഈ പടം എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിപ്പം സർക്കാരിൻ്റെ സാഹചര്യത്തിൽ കുറച്ച് തിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, 6 തിയേറ്റേഴ്സേ ഉള്ളൂ നമുക്ക് നിലവിൽ. അപ്പോൾ അത് അവനൊരു സങ്കടകരമായിട്ടുള്ള വിഷയം. എന്നാലും ഞങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങളുടെ കൂട്ടുകാരനോർത്ത്. നമ്മളെല്ലാവരും ഈ സിനിമയൊക്കെ ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കരമായിട്ട് വിഷമിക്കും, ഡ്രോപ്പ് ചെയ്യും, എന്നാൽ പിന്നെ വേണ്ട അടുത്തത്. പക്ഷേ രാകേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവൻ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ഇപ്പം ഏറ്റവും പ്രശ്നം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പം ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ ഒരു പ്രാവശ്യം പറയും, ചേട്ടൻ മനസ്സിലായാൽ പിന്നെയും പറയും, ചേട്ടൻ മനസ്സിലാവുന്ന വരെ പറയും. അത്രമാത്രം ഒരു പാഷൻ എന്ന് പറയുന്നത് വലിയൊരു, കാരണം ഒരു ഐക്കൺ എന്ന് പറയാം. കാരണം ഒരു ബെഞ്ച് മാർക്കാണ് എല്ലാവർക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ച് ജീവിതം കളയുന്ന എല്ലാവർക്കും ഒരു ബെഞ്ച് മാർക്കാണ് അദ്ദേഹം. ഒരു ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പടം ഈ തുടക്കം ഒരു ആദ്യമേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓരോരോ ഇതൊക്കെ വന്ന് പുള്ളി എപ്പോഴും, അതായത് ഈ ഒരാളോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും സിങ്കായി. പിന്നെ അത് വൃത്തിയായിട്ട് പ്രോപ്പർ ഷൂട്ട് പോകുന്നത് തന്നെ പോയി. മെഡിക്കൽ ഫീൽഡിലെ അനീതിയാണ് സിനിമയുടെ പ്രമേയം. പുതുമുഖമായ സെയ്ഫാണ് നായകൻ. പുള്ളി വന്നിങ്ങനെ പറയുമ്പോൾ പുള്ളിയെ കൊണ്ട് പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് ഷൂട്ട് തുടങ്ങി ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മാറി. നമ്മളീ കാണുന്ന പോലൊന്നും അല്ല പുള്ളി. സൂപ്പറാണ്, പക്കയാണ്. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്ത് ക്യാമറയാണെങ്കിലും ഇപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടതാണെങ്കിലും ഫ്രെയിമാണെങ്കിലും എന്തുവാണെങ്കിലും ഇപ്പം എഡിറ്റ് ചെയ്ത് എങ്ങനെ വരുമെന്ന് വരെ പുള്ളിക്ക് അറിയാം സ്ക്രീനിൽ. അതൊക്കെ നമ്മൾ ഷൂട്ടിനകത്ത് ആ സമയത്ത് നിന്നപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. പല തിക്താനുഭവങ്ങളെയും അതിജീവിച്ചാണ് സംവിധായകൻ ആകാൻ കഴിഞ്ഞത്. മനസ്സിൽ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ, അത് നേടിയെടുക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ ലക്ഷ്യം നേടിയിരിക്കും. രാകേഷ് കൃഷ്ണൻ കുരമ്പാല പറയുന്നു. നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്ത ശേഷമാണ് രാകേഷ് കൃഷ്ണൻ കുരമ്പാല സിനിമാ സംവിധായകനായത്. കൂടുതൽ തിയേറ്ററുകൾ തന്റെ സിനിമയുടെ റിലീസിങ്ങിനായി കിട്ടണമെന്നൊരാഗ്രഹം കൂടി രാകേഷ് കൃഷ്ണനുണ്ട്. നമ്മുടെ സിനിമ നമ്മൾ സ്വന്തമായിട്ട് ഡിസ്പോസ് ചെയ്യുക. അത് കാരണം നമ്മൾ കുറച്ച് തിയേറ്റർ ഉള്ളൂ. ആരെങ്കിലും വരുവാണെങ്കിൽ കുറച്ച് തിയേറ്റർ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വളരെയധികം പ്രതിസന്ധികൾ അതിജീവിച്ചാണ് രാകേഷ് കൃഷ്ണൻ കുരമ്പാലയുടെ
സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.